സാർ 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 ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. അരവിന്ദ് ഏട്ടന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല സാർ. കുട്ടി, അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിക്കട്ടെ. പഴയ കാലമൊന്നുമല്ല, ന്യൂജൻ പിള്ളേരാ, എന്തിനും മടിക്കാത്തവരാ. സാർ, മാല പൊട്ടിച്ചവനെ ഞാൻ നല്ലോണം കണ്ടതാ. അരവിന്ദ് ഏട്ടന് അത്രയും ഹൈറ്റ് ഇല്ല, നല്ല വണ്ണവും ഉണ്ട്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണ് കണ്ട എനിക്ക് മനസ്സിലാവും സാർ. ഞാൻ പറഞ്ഞില്ലേ, അവന്റെ കയ്യിലൊരു ടാറ്റു ഉണ്ടായിരുന്നു. അരവിന്ദേട്ടന്റെ ശരീരത്തിൽ ടാറ്റു ഇല്ല സാർ. ശരി, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇവരായിരിക്കില്ലേ മാല പൊട്ടിച്ചത്. പക്ഷെ ഇവരുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇവര് കള്ളന്മാരുടെ ഗ്യാങ്ങിൽ പെട്ടവരല്ലെന്ന് എനിക്ക് തിരിച്ചറിയണ്ടേ? സാറൊന്ന് അന്വേഷിച്ചു നോക്ക്. മാല പൊട്ടിച്ച് കഴിയേണ്ട ഗതികേടൊന്നും ആ കുടുംബത്തിന് ഇല്ല സാർ. ചാരു, ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് തെളിവുകളാണ്. ബൈക്ക് കാണാതെ പോയപ്പോ സ്റ്റേഷനിൽ വന്നൊരു പരാതി തന്നിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് അയാളുടെ അച്ഛൻ മാഷും കൂടി സമ്മതിച്ചായിരുന്നല്ലോ. സാറിന്റെ ചിന്തയിൽ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ സത്യം അതല്ല സാർ. ഒരു സാധാരണ മനുഷ്യനായിട്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന മാമൻ പോലും സങ്കടം കൊണ്ട് വീട്ടിലിരിക്കുക. ആ മനുഷ്യന്റെ നിലയും വിലയും ഓർത്തെങ്കിലും അരവിന്ദേട്ടനെ ജാമ്യത്തിൽ വിടണം സാർ. ഇനിയും സാറിന് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അരവിന്ദേട്ടനെ വിട്ടിട്ട് എന്നെ ഇവിടെ നിർത്തിക്കോ. അന്വേഷിച്ചിട്ട് അരവിന്ദേട്ടൻ തെറ്റുകാരനല്ലാന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം എന്നെ വിട്ടാ മതി സാർ. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാർ. അരവിന്ദേട്ടൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം സാർ. എനിക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ സാർ. സാർ പ്ലീസ് സാർ, പ്ലീസ്. അങ്ങനെയൊന്നും വേണ്ട കുട്ടി. കേസന്വേഷണം അതിന്റേതായ രീതിയിൽ നടത്താൻ പറ്റൂ. എന്തോ ആട്ടെ. ഷാജി, FIR ഇട്ട് കഴിഞ്ഞോ? റെഡിയാവുന്നു സാർ. FIR എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വിട്ടോളാം. കുട്ടി വയ്ക്കോ. ഞാൻ സാറിനെ വിശ്വസിച്ചോട്ടെ. ധൈര്യമായിട്ട് പോ. മൊഴി എടുക്കാതെ വിടാൻ പറ്റില്ല, അതുകൊണ്ടാ. ശരി സാർ. ചെല്ലുകുട്ടി. അരവിന്ദേട്ടന് ഉടനെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടു. ഞാൻ പൊയ്ക്കോട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം.